ഹായ് ഗൈസ്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കണം. നമ്മൾ മൂവി പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കണം. ആദ്യം നമുക്ക് അതെ ചെറിയൊരു കല്യാണമുണ്ട് ഗ്രാൻഡത്തില്. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ടാവാം ഫസ്റ്റ് പരിപാടി. കറക്റ്റ് പാർക്കിംഗ് കിട്ടില്ല. അച്ഛോ എന്റെ ഭാഗ്യമാണ്. എന്റെ കൂടെ അച്ഛനുണ്ടോ? എന്റെ വായില്ല, നിന്റെ വായിലാണ്. വരുന്നേട്ടാ നൈസാട്ടോ. വീൽസ് എന്തോ ചെയ്തിട്ടുണ്ട്. ക്യാപ്പാണോ അത്? പുതിയ ടൈൽ ലാമ്പ് രക്ഷല്ല. വേറെ പ്രശ്നം കേട്ടോ, നമുക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല. വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇപ്പൊ എങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കല്ലേ ഫ്രണ്ട്, ഇപ്പൊ നമുക്ക് ബാക്ക് ഇതാ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ എങ്ങനെ ഉണ്ടെങ്കിൽ അറിയില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സുബാരു F1 ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രാൻഡ് ഹയത്തില്. റസലിന്റെ കൂടെ ഉണ്ട്. ഭയങ്കര സീരിയസ് ആണ്. സെറ്റാവും. തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ തുമ്മലും ചമക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത്. ഞാന് പറഞ്ഞില്ലടാ, ഷിറ്റാട്ടത് വെയില് കണ്ണി കടിയുണ്ട്. ട്രാഫിക് ഒരു രക്ഷല്ല മോനെ, ഹെവി ട്രാഫിക്. ഗൈസ് അങ്ങനെ പാട്ട് ചെലപ്പാക്കണ കാരണം ഞാൻ വീഡിയോ ഇവിടെ ചേർത്താണ്. ഇടയിലിടയിൽ എടുക്കാം. ഇനി മറ്റേ കോപ്പിറൈറ്റ് വള്ളികൾ വരണ്ട വെച്ചിട്ടാണ് ഞാൻ. ഇപ്പല്ല അത് റിസ്ക് എടുക്കണ്ട ഗൈസ്. നൈസ് ഒരു സിവിക് കൊണ്ടല്ലോ. ഗൈസ് നമ്മള് മെയിനായിട്ട് ഗ്രാൻഡ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ ഒരു ഫിലിം എക്സ്പീരിയൻസ് ആണ്. സാധാരണ സംഭവം എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഈ സംഭവം. ഞാൻ മുന്നേ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുക അവിടെ അടുത്തുള്ള ചാത്തനാ എടാ എന്താണ്ടാ ചാത്തൻ എന്നല്ല ഉദ്ദേശിക്കുക. അത് ഉദ്ദേശിച്ചത് ചെറിയ നമ്മളടുത്തുള്ളത് വേറെ ഉള്ളത് ഏതാ ചെറിയ മറ്റേ ഇതുള്ളത് ആ മാള് സിറ്റി സെന്റർ നൈസായി കേട്ടോ വണ്ടി. അതിട്ട് കാണുന്നത് ഏതാണോ മോഡല് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ നമ്മൾ പോയിരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ഇതായിരുന്നു. ഇവനാണ് എനിക്ക് കാണിച്ചു തരുന്നത് ആ ഗ്രാൻഡ് ആയത്തിന്റെ. ഓ ഗൈസ് ചെക്ക് ദിസ് ഔട്ട് 4222.
ബ്ലാക്ക് നിസാം പെട്രോൾ. അവനെ ബി വൈഡിയുടെ കഥല്ല, ബി വൈഡിയുടെ ടാക്സി ടോപ്പ് F1 എന്താണെന്ന് അറിയില്ല. ട്രെയിലർ ഉണ്ട്, സംഭവം സൂപ്പറായിട്ടുണ്ട്. ട്രെയിലറിൽ ഉഷാറാണ്, നല്ല ത്രില്ലിങ് ആണ്. അതിൻ്റെ ഒരു സീക്വൻസുകളും അതിൻ്റെ ഓരോ റേസിങ് സീൻസുകളൊക്കെ ട്രെയിലറിൽ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിഡൻ്റ് ഉള്ള കാരണം ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ് ഗൈസ്. വണ്ടിയുടെ മേലെ കൂടെ കയറി പോയതാ ജീപ്പ്. ഇങ്ങനെ കയറിയിട്ട് അതിന്റെ ഫ്രണ്ട് ടയർ സസ്പെൻഷൻ ഇവിടെ ഇരുന്നുണ്ടായിരുന്നു. എളുപ്പമല്ല ഒരു ആക്സിഡന്റ് സീൻ തന്നെ. ഇവിടെ ആക്സിഡന്റ് ഡ്രൈവർ നോക്കാൻ പാടില്ല അല്ലേ? നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഡ്രൈവർ നോക്കാൻ പാടില്ല, നമ്മള് പാസഞ്ചർക്ക് നോക്കാം അങ്ങനെ. പക്ഷെ അതിൽക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കാനൊന്നും പാടില്ല. നോക്കാത്ത പോലെ നോക്കാം. യെസ്, കറക്റ്റ്. എടാ നമ്മള് വേറെ ഏതൊരു വിജനമായ സ്ഥലത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കണത്. ഇങ്ങനെയായിരുന്നല്ലോ, അവിടുന്ന് യൂട്ടേൺ അല്ലേ? അല്ലേ, സ്കൈലൈൻ എന്ന് പറഞ്ഞപ്പോ എവിടെ നോക്കാനാണ് ഗൈസ്. ഇതാണ് ദുബായ് സ്കൈലൈൻ. കാണുന്ന ബുർജ് ഖലീഫ. R34 R33 ഒക്കെ എടുക്കട്ടെ. പക്ഷെ ഇത് ആകെ മരങ്ങൾ കാരണം വ്യൂ കിട്ടല്ല. ഇല്ല, മരങ്ങൾ വേണം. എല്ലാരും ഇപ്പൊ ഈ റൂട്ടിന് ഔട്ട് തന്നെ. റേഞ്ച് റോവർ എന്തൊരു EV പോലെയൊക്കെ വരുന്നുണ്ട്. വൈകാതെ ഞാൻ ഒരു EV ഇറങ്ങി കൊടുക്കും. ഇല്ലല്ല, അത് EV അല്ല, അത് ഗ്യാസലീനാണ്. EV വൈകാതെ വരും. അല്ലാതെ EV കൈ അടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണ്ടേ. പഴയ ഡിഫൻഡർ എടുക്കണ്ട അവിടെ. മറ്റേ കൊത്തേലത്തെ ഇതില്ലേ, ക്യാപ്സ്യൂൾ ടൈപ്പ്. കൊത്തേലത്തെ പ്രോപ്പറാണ്. എടാ കൊത്തേലിറങ്ങിയതിന്റെ ക്യാപ്സ്യൂള് വെച്ചാല് ആ ചെറുതില്ലേ, ഷോർട്ട് വീൽ ബേസ് നടക്കണത്. എന്റെ ഈ വിചാരിച്ച സാധനം സംഭവം തന്നെയാണ്. അടിപൊളി. വാഫി റെസിഡൻസ്. റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ ഗൈസ്. ഇതാണ് ഗ്രാൻഡ് ഹയാത്ത്. അവിടേക്കാണ് പോകേണ്ടത്. അതിൻ്റെ അടിയിലാവണം. അവിടെ ആവൂല അല്ലേ? അവിടെ തന്നെ ഗൈസ്. അവിടെ ഞങ്ങള് കേറിയില്ല. അതെനിക്ക് തോന്നിയത് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വേണം. എന്ത് ചെയ്യാ? അവിടെ നമ്മള് കേറിയില്ല കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോ നമ്മൾ എടുത്തിട്ട് ആ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. യൂഷ്വൽ അല്ല, അവിടെ ആർക്കും കയറി പോണ്ടെന്ന് കാര്യത്തിലാണ്. അങ്ങനെ ആർക്കും കയറി പോണ്ടെന്നു. ടൈമുണ്ട്, നമുക്കൊന്നാ ചായ കുടിക്കാം, കോഫി കുടിക്കാം. ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. ഈ സാധനം നമ്മൾ എന്ത് സംഭവം എന്നറിയോ? ഈ സംഭവം നമ്മൾ കാണാത്തത് നമ്മൾ വരണതൊക്കെ രാത്രിയിലാണ്. മനസ്സിലായ? നമ്മള് വരണതൊക്കെ ഇരുട്ടത്താണ്. കാരണം നമുക്കിത് മനസ്സിലാവേണ്ടതില്ല. ഇതിനുള്ള അപ്പൊ നമുക്ക് അതും കാണിച്ചു തരാം. പാർക്കിംഗ് ഉണ്ട്. ബിരിയാണിലടാ ആ കഫേ. അതൊരു വിന്റേജ് ടൈപ്പ് ഒരു കഫറ്റീരിയ. അതെ അത് അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്ക് പോയൊക്കെ അറിയാം. ക്ലീൻ ഒരു E250 AMG സ്റ്റിക്കർ ഒട്ടിച്ചതാണോ? നമുക്ക് ഇറങ്ങാം. എന്റെ കരാമയോ?
ഗൈസ്. ഇതാണ് പറഞ്ഞ ഒരു കഫേ. നമുക്ക് കയറി നോക്കാം. ബിരിയാണി ഒക്കെ അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പുറത്ത് വണ്ടിയിടല്ലേ? എന്തായാലും ഉള്ളിലേക്ക് പോകാം. ഇപ്പോഴല്ല നമ്മളൊരു സിമ്പിളായിട്ട് കണ്ടാ എത്തിയല്ലോ. അവനെങ്ങനെ അടുത്തത് വണ്ടി നമ്മളാകുമ്പോ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നല്ലോ. ഓപ്പോസിറ്റ് ചിലപ്പോ അവിടെ വേറെ ഒരു ഫ്രീ റൈറ്റ് ഉണ്ടായിരിക്കും എൻ്റെ ഉള്ളിൽ തന്നെ. സിഗ്നലാണ്. നല്ലൊരു മറ്റേ എന്താ പറയാ ഒരു വിജനമായ ഒരു സ്ഥലം. അടിപൊളി. അങ്ങനെ ഗൈസ് വീണ്ടും തിരിച്ചതിനുള്ളിലേക്ക് പോവാണ്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് ഗൈസ്. എവിടെ ഇടുന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മളാ ചെങ്ങനെ കളിക്കുമ്പോ ഇപ്പൊ നമ്മൾ കളിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ അതേക്ക് എടുക്കണം. യെസ്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ പാർക്കിംഗ് കിട്ടി ഗൈസ്. ഓക്കെ ഡൺ. പാർക്കിംഗ് of course. മക്കളെ പടം കണ്ടിറങ്ങി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് 1.25 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് പടം. ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് കണ്ട് എവിടെയോ ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി കിണ്ണം കാച്ചി പടം. നല്ല അഡ്രനാലിനാണ് പടം തന്നിരുന്നത്. നല്ല അഡ്രനാലിൻ. ഓക്കെ. വേറെ തന്നെ പടം കേട്ടോ. ഉഷാറ്, അടിപൊളി, രക്ഷല്ല. നമ്മള് ചാമ്പ്യൻഷിപ്പ് പിന്നെ അതുപോലെ എന്താ പറയാ ഇങ്ങനെ സ്പോർട്സ് റേസിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ പടം. നല്ല ഒരു ഇതില്ലേ, ആ ഒരു സംഭവം നമുക്ക് കിട്ടും. രക്ഷല്ല, അടിപൊളി തന്നെ. കണ്ടിരിക്കാൻ മാത്രമല്ല സ്റ്റോറി ലൈനും അടിപൊളി. പക്ഷെ അതിൽ മറ്റേ ശരിക്കും പറഞ്ഞാൽ മറ്റേ വരത് കൊണ്ടുവരുന്നല്ലേ ശരിക്കും. ആ F1 തീമൊക്കെ ഓടുന്നപ്പോൾ ഈ ലൂയിസ് ഹാമിൽട്ടനും പിന്നെ മാക്സ് വെർസ്റ്റപ്പന്റെ ആ ഒരു ഇത് കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇത് വേറെ തന്നെ. അവരതിലുണ്ട് ആ ഫിലിമിൽ. ഈ രണ്ട് പറഞ്ഞ ആൾക്കാരും രണ്ടും എല്ലാവരും ഉണ്ട് അതില്. F1 എല്ലാ ചാമ്പ്യൻസും ഉണ്ട് അതില്.
പക്ഷെ അവർക്ക് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വേറെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഒരു സ്റ്റോറി കൊടുത്തിട്ട് സംഭവം വേറെ ഹൈപ്പ് പടം. ഉഷാറ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ. ഉഷാർ തന്നെ പടം ഒരു രക്ഷയിലാട്ടോ. അത് നമുക്ക് പറയേണ്ടത് തന്നെ ഉണ്ട്. നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല. നമ്മള് സാധാരണ ഒരു മൂവി അല്ലേ, നീ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇവൻ പ്രതീക്ഷിച്ചിരുന്ന് എന്തായാലും ഇവര് എന്താ പറയാ ദൃഷ്ടിയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടിട്ട് അത്ര അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ട്രെയിലർ സംഭവം അതിലത്തെ സിനിമ അതിലെ ഷൂട്ടിങ് സംഭവം റേസിംഗ് സീൻസ് ഒക്കെ ഉഷാർ തന്നെ ഇരുന്ന്. പക്ഷെ ഫിലിമിലേക്ക് വന്നപ്പോൾ ഉഷാർ അടിപൊളി. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. ഫോണിലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം 7.1 അറ്റ്മോസ് ഉണ്ട്. അത് കറക്റ്റ് നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി പടം. വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. F1 അവര് അബുദാബിയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഡ്യൂട്ടിനിടയിലായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാ റോന്ത് എടുക്കണോ F1 എടുക്കണോ? രണ്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു എന്ത് റോന്ത് കാണാൻ പോണം എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ചയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഈ സംഗതി സംഭവം റോന്തായിരുന്നു പ്ലാന്. ഞാൻ റോന്ത് വിചാരിച്ചിട്ടാണ് ഈ ചങ്ങായിനെ വിളിക്കുന്നത്. അപ്പൊ ഇവര് തിരിച്ചു മറുപടി തരുന്നത് നമ്മള് അബുദാബി F1 റേസ് എന്നുള്ള മൂഡിലാശം പറഞ്ഞ് F1 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഞാൻ പിന്നെയാണ് പറയണത് ഇവൻ F1 റിയൽ F1 റേസിംഗ് കാണാൻ വേണ്ടിട്ട് ഫോർമുല 1 കാണാനുള്ള ഇതില് പറഞ്ഞത്. പിന്നീട് ആശാൻ പറ്റിച്ചില്ലേ നൈസ്. ഇവൻ നല്ല റിവ്യൂ പറഞ്ഞു കേട്ടോ പടത്തിന് ഉഷാർ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇവന് ടിക്കറ്റ് എടുക്കണ സമയത്ത് വിചാരിച്ചത് നമ്മള് ഇവിടെ അബുദാബി F1 വിചാരിച്ചിട്ടാണ് ആശാൻ ഫുള്ളൊക്കെ പറഞ്ഞത്. ആശാന് പടം കണ്ടപ്പോ സംഭവം ഉഷാറ് പടം കേട്ടോ. ഒന്നും പറയാനില്ല അതില്. കാരണം സാധാരണ എവിടെയൊക്കെ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു പടത്തില് ഉഷാറ്. കരാമ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് അങ്ങനെ മെല്ലെ റൂമിലേക്ക് പോകും. എവിടെ കരാമിട്ടത് മോശം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് അപ്പൊ അത്ര ഉള്ളൂ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വൻ സീനാണ് ബ്രോ. സീനാണ്. അപ്പൊ അത്ര ഉള്ളൂ. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് റൂമിലേക്ക് പോകണം. അത്രയുള്ള പരിപാടി. വീക്കെൻഡ് ഇതാണ് NBD. ഇത് ഈ കാണുന്നത്. ബാക്ക് ടു റൂം. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്, അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.